ഇവിടെ ശരിക്കും വിറകടുപ്പ് ഉള്ളതുകൊണ്ട് അധികം ദിവസമൊന്നും കട അടച്ചിടാതെ ഈ ഗ്യാസിൻ്റെ പ്രശ്നത്തിലും ഒറ്റ ദിവസം അടച്ചില്ല അല്ലേ? അങ്ങനെ പോയി കേട്ടോ. കാരണം ചോറും കറികളും എല്ലാം ഇവിടെ വെക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അല്ലെങ്കിൽ പൂട്ടേണ്ടി വന്നേനെ അല്ലേ? അതൊരു വലിയ ഉപകാരമായി. കാരണം നമ്മൾ തന്നെ പറയുമ്പോൾ എത്രയോ സ്ഥലങ്ങളാണെന്നറിയോ. എന്നെ ദിവസം ഫോൺ വിളിക്കുക ആരെങ്കിലും ഒക്കെ വീഡിയോ ചെയ്ത് കൊടുത്തുനിന്ന് കടയില്ലാട്ടോ ചേച്ചി 2-3 ദിവസത്തേക്ക്. എന്നോട് പറയണത് എന്നാന്ന് വെച്ചാൽ ആരെങ്കിലും കമൻ്റ് ഇടുമ്പോൾ ഞാൻ മറുപടി കൊടുക്കണ്ടേ, അതുകൊണ്ട് പറയണതാണ്. തലയിട്ട് കറി വെക്കണം. അപ്പോൾ ഇത് ഊണിൻ്റെ കൂടെ കൊടുക്കണത് കേട്ടോ. ഒരുപാട് കറികളുണ്ട്, അതിലൊരു കറിയാണ് ഇത്. കുടംപുളിയൊക്കെ ഇട്ടാ വെക്കണം അല്ലേ? ഇവിടെ നിന്ന് തന്നെയുള്ള കുടംപുളിയൊക്കെ. 100 രൂപയ്ക്ക് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. 12 ഐറ്റോളം ഉണ്ട്. 13 ഐറ്റം ഉണ്ട്. അതും വാഴയിലല്ലേ? പൊതിച്ചോറാണ് കൂടുതലും. പൊതിച്ചോറാണ് കൂടുതൽ. ബിരിയാണി ആണെങ്കിൽ എത്ര രൂപയ്ക്കാ? ബിരിയാണി നമ്മൾ 150 രൂപയ്ക്ക് 2 ചിക്കൻ പീസും ഒരു മുട്ടയും സലാഡും പപ്പടവും എല്ലാം കൂടെ സഹിതം നമ്മൾ 150 രൂപയ്ക്ക് കൊടുക്കും. അതും വിലയിൽ തന്നെ. ഇത് വിലയിൽ തന്നെ. ഇതിപ്പോൾ നമ്മളെ പൊതിച്ചോറിനും ബിരിയാണിക്കും ഒക്കെ ഉള്ള ഇല വാട്ടി വെച്ചേക്കും കേട്ടോ. ഇവിടെ ഊണായാലും വല്ല പൊതിച്ചോറായാലും ബിരിയാണി ആയാലും ഒക്കെ വാഴയിലയിൽ തന്നെയാണ് പൊതിഞ്ഞു കൊടുക്കണത്. ഇതാ അപ്പോൾ പൊതിച്ചോറ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഊണ് മാത്രമല്ല, ഇവിടുത്തെ കറികളും എല്ലാ സാധനങ്ങളും മീൻ വറുത്തത് ഉൾപ്പെടെ വാഴയിലയിലാണ് പൊതിയുന്നത്. ഉച്ച സമയത്ത് തുറക്കുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ, ആ ഒരു മണം തന്നെ. ഇത് ഇപ്പോൾ ബിരിയാണിക്കുള്ളതാണ് കേട്ടോ. ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടാണ് മസാലയിലേക്ക് ഇടുക. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജില്ല പത്തനംതിട്ടയാണ്, പന്തളത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഒരു ചെറിയതാ ഇതുപോലെ കണ്ടോ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അമ്മും ശരത്തും കൂടെ ഇങ്ങനെ വിറ്റുകൊണ്ടിരുന്നതാണ്. കുറച്ച് നാളായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരു കടമുറിയും കൂടെ വാടകയ്ക്ക് എടുത്ത് അപ്പോൾ നല്ല ഭക്ഷണം കിട്ടും ഉച്ച സമയത്ത്. ഏറ്റവും പ്രത്യേകത എന്നാന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് 10-13 ഐറ്റം ചേർത്ത് വാഴയിലയിലാണ് പൊതിച്ചോറ് കൊടുക്കുന്നത്. അപ്പോൾ കഴിക്കാൻ വരുന്ന ഒരാളെ സംബന്ധിച്ച് യാതൊരു നഷ്ടമില്ലാത്ത ഭക്ഷണമാണ് ഇവിടെ നിന്ന്. കടയിലും കിട്ടും, അതുപോലെ തന്നെ പൊതിയായിട്ട് ഇവിടെയും കിട്ടും. അപ്പോൾ ഇവിടെ അമ്മു നിൽക്കും, അവിടെ ശരത്തും അമ്മയും അച്ഛനും എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് പങ്കുവയ്ക്കണം. ഇപ്പം എത്ര നാളായി കട തുടങ്ങിയിട്ട്? കട തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമാകുന്നു. 1 വർഷമാണോ? എങ്ങനെയാ ഇങ്ങനെ ഒരു കട തുടങ്ങിയേക്കാന്ന് വിചാരിക്കണേ? കട തുടങ്ങിയേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ചുമ്മാ വഴി ഇങ്ങനെ പാസ് ചെയ്ത് പോയതാ. അപ്പം നേരത്തെ ഇതുപോലൊരു ചേച്ചി അവിടെ നിന്ന് കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ ആ വഴി പോയപ്പോൾ ഇതുപോലെ ഞങ്ങൾ പറഞ്ഞു ഹോട്ടലിൻ്റെ സാധനം എല്ലാം കിടപ്പുണ്ടല്ലോ, അപ്പം നമുക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇവിടെ നേരത്തെ ഒരു ചേച്ചി ഇരുന്നു, അപ്പോൾ അതുപോലൊരു കട നമുക്ക് അങ്ങ് ഓപ്പൺ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഇപ്പം അത്യാവശ്യം കച്ചവടം ഉണ്ട്. അത്യാവശ്യം കച്ചവടം ഉണ്ട്. അന്ന് നമ്മൾ വഴിയിലായിരുന്നു. ഇപ്പോൾ ഒരു ഹോട്ടലിലൂടെ ആയി, ഇനി ഒരു ഹോട്ടലിലൂടെ വരുന്നു. അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. എല്ലാവരും ഏറ്റെടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിന്റെ ക്വാളിറ്റിയാണ് അതിന്റെ മുഖ്യമായിട്ടുള്ള കാര്യം. നമ്മൾ ഇവിടെ വെക്കുന്നല്ലേ? ഇവിടെ ഈ വീട്ടിൽ നിന്നാണ് വെക്കുന്നത്. എത്ര മണിക്കപ്പോ നിങ്ങൾ തുടങ്ങും രാവിലെ? നമ്മൾ പൊതിച്ചോറ് വന്നിട്ട് 11:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ചില സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു വ്യത്യാസം വരും. എന്നാലും 11:30 ആകുമ്പോൾ മാക്സിമം നമ്മൾ എല്ലാ ദിവസവും പൊതിച്ചോറ് സ്റ്റാർട്ട് ചെയ്യും. 12:30 ആകുമ്പോൾ നമ്മുടെ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യും. എത്ര മണി വരെ കാണും? നമ്മളൊരു ഹോട്ടൽ 4 മണി വരെ കാണും. പൊതിച്ചോറ് നമ്മൾ തീരുന്നതിനനുസരിച്ച് ചിലപ്പോൾ 2 മണി, 1 മണിക്ക്, ചിലപ്പം 3 മണിക്ക്, അങ്ങനെ ഓരോ ദിവസത്തെ ഡിപെൻഡ് ചെയ്തിരിക്കും. പറയാൻ പറ്റത്തില്ല. ഹോട്ടൽ പക്ഷെ 4 മണി വരെ ഉണ്ട്. കമ്പൽസറി ഉണ്ട്. ഞായറാഴ്ച ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. ഒരു ദിവസം അവധിയില്ല. വീട്ടിലുണ്ടാക്കിയ മാതിരി ഒരു സാധനം കിട്ടുമല്ലോ. ഞങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കല്ലേ നിങ്ങൾ കുക്ക് ചെയ്യുന്നതൊക്കെ. പിന്നെ ഇത്രയും ഐറ്റം ഈ ഒരു 100 രൂപയുടെ ഊണിന്റെ കൂടെ ഇത്രയും വിഭവങ്ങൾ കിട്ടണു. ഓരോതേന് ഇപ്പൊ ഗ്യാസ് ഇല്ലാണ്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോഴും വില കൂട്ടിയിട്ടില്ല അല്ലേ? ഇല്ലില്ല, ഒറ്റും കൂട്ടിയിട്ടില്ല. നമ്മൾ അന്ന് എത്ര രൂപയ്ക്ക് തുടങ്ങിയോ അപ്പൊ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പം വിറവിനൊക്കെ 2000 രൂപയിൽ പുറത്ത് നമുക്കാണെങ്കിൽ ഇപ്പോൾ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മളാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവർക്കും വലിയ വിഷയമില്ലാത്ത രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകും. പിന്നെ നമ്മളൊരു ഓംപ്ലേറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പം ഈ ഒരു ഗ്യാസിന്റെ പ്രശ്നം കൊണ്ട് ഒഴിവാക്കിയേക്കുന്നത്. ഇപ്പൊ നമ്മൾ ഉടനെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ തൽക്കാലം ഞങ്ങൾക്കാണെങ്കിൽ ഒട്ടും ഇത് നടക്കാത്തതുകൊണ്ട് എല്ലാം കൂടെ വിറവ് കണ്ടില്ലേ, വിറവെടുപ്പിൽ എല്ലാം കൂടെ പരിപാടി നടക്കുന്നില്ല. ഈ സമയത്തിന്റെ ഉള്ളിൽ വെച്ച് തീർക്കാൻ ഈ സമയത്തിനുള്ളിൽ വെച്ച് തീർക്കണേ വലിയ പാടാ. അതാണ് നമ്മൾ ഇത്രയും നേരം വന്നപ്പോൾ മനസ്സിലായില്ലേ. അതാണ് വിറവെടുപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പിടിച്ച് നിന്നത് തന്നെ. അച്ഛനും അമ്മ അപ്പച്ചി അങ്ങനെ, പിന്നെ ഒരു ജോലിക്കാരുണ്ട്, പിന്നെ വൈഫ്, ഞാന്, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നൊരു ഇടിപിടി പരിപാടിയാ. ഇനി ഉഷാറായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോട്ടെ. വെച്ചിട്ടൊരു കൗണ്ടർ പോലെ അല്ലേ? 10 എണ്ണത്തിലാണ് തുടക്കം. അത് ഇവിടെ തന്നെ 10 പൊതിച്ചോറായിട്ടാണ് തുടങ്ങിയത്. പിന്നെ സൊമാറ്റോയിലൊക്കെ ഉണ്ട് കേട്ടോ, അപ്പൊ അങ്ങനെയും ഓർഡർ ചെയ്യാം. ഒഴിക്കാൻ വേണ്ടിയിട്ടേ ഇതാ മീൻ ചാറുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ മോര്. സ്പെഷ്യലായിട്ട് നമ്മളിതാ മീൻ വറുത്തതാണ് മേടിച്ചിട്ടുള്ളത്. മീനോ ബീഫോ ചിക്കനോ എന്ത് വേണമെങ്കിലും കിട്ടും. പിന്നെ അതാ ഒരു മുളക് കറി.
പിന്നെ ഒരു അച്ചിങ്ങ വളർത്തിയതുണ്ട്, അവിയലുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഓരോ ദിവസം മാറി, ചില ദിവസം അവരുടെ നല്ല തീയലൊക്കെ കാണും, പക്ഷെ അവിയലാണുള്ളത്. ഞാൻ ഈ മീൻചാറാണ് നമ്മൾ അവിടെ നിന്ന് കാണിച്ചിരുന്നില്ലേ, നല്ല തലയൊക്കെ ഇട്ട് വെച്ച മീൻകറി. കണ്ടിട്ട് ഇച്ചിരി എരിവുള്ള പോലെ തോന്നുന്നുണ്ട്, എന്നാലും ഞാൻ കുറച്ച് മീൻചാറ് ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ ഇതിനു മുന്നേ ഒരു പരിപാടിക്ക് ഇവിടെ പന്തളത്ത് വന്നപ്പോഴേ എവിടെ നല്ല ഊണ് കിട്ടുന്ന, പന്തളം ഈ സൈഡിലേക്കൊന്നും അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ കുറേ ഇതിൽ അന്വേഷിച്ച് നടന്നു, കുറേ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ ഭയങ്കര തിരക്കും, തോന്നി അയ്യപ്പ സീസണൊക്കെ ആയിരുന്ന ഒരു സമയത്ത് തോന്നുന്നു. ഭയങ്കര തിരക്കും, വണ്ടി പാർക്ക് ചെയ്യാൻ സ്പേസ് ഇല്ലാതെയൊക്കെ കുറേ വിഷമിച്ചു വന്ന് ഭക്ഷണം കഴിക്കും. പക്ഷേ ഈ കട നമുക്ക് അറിയേണ്ടായിരുന്നില്ലല്ലോ. ചിത്ര ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കടയുള്ളത് കേട്ടോ. അമ്മൂസ് കിച്ചൺ എന്നാണ് പേര്. അമൃതേൻ്റെ പേരാണ് അമ്മു. പപ്പടവും കൂടെ ഇരിക്കട്ടെ, ഇച്ചിരി തോരനും കൂടെ ഇടാം. നല്ല മീൻചാറ്. ഇവരാണെങ്കിൽ ഓൾറെഡി ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും 10-15 വർഷം ഇവർ ഹോട്ടൽ നടത്തിയിട്ടുണ്ട് പണ്ട്, ഒരുപാട് വർഷം തന്നെ. അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും വേറെ ജോലിക്കൊക്കെ പോയി ഇപ്പോൾ വീണ്ടും ആ അതിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ശരത്താണ് തുടങ്ങിയത്. അവർ എല്ലാ സപ്പോർട്ടിനും അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. നല്ല കറി കൂട്ടി കേട്ടോ, കൊള്ളാം. നമുക്കൊരു സാധാ ഊണാണെങ്കിലേ, അതായത് ഈ 3 കൂട്ടം ഒഴിച്ച് കറി ബാക്കി ഈ തൊടുകറികളെല്ലാം ചേർത്തിട്ടുള്ള ഒരു ഊണിനാണെങ്കിൽ 80 രൂപയാണ് കേട്ടോ. ഞാൻ ഇച്ചിരി മോര് കൂട്ട വയ്ക്കാൻ പോവാം. MMC റോഡിൽ തന്നെയാണ് കേട്ടോ. ഒട്ടും ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നുമില്ല. നമ്മളൊക്കെ ശരിക്കും ഈ ലോങ്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, അതുമാതിരി ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ പലപ്പോഴും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം എവിടെയാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് പോയി ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ രാവിലെ വന്നു, വെളുപ്പിനെ ഇറങ്ങിയിട്ടാണ് 9 മണിയാകുമ്പോഴേക്ക് ഇവരെ വീട്ടിലെത്തി. പിന്നെ വീട്ടിൽ നിന്ന് കുക്കിംഗ് മുതലെടുക്കുക. നമുക്കത് എങ്ങനെയാണ് വെക്കുന്നത്, ആ പരിസരം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. അങ്ങനെ തന്നെയാണ് എടുക്കാറ് നമ്മൾ, ഇങ്ങനത്തെ ഊണും പൊതിച്ചോറും ഒക്കെ. അപ്പോൾ അങ്ങനെ വന്ന് എടുക്കുന്നതുകൊണ്ട് നമുക്കറിയാം അവർ വീട്ടിൽ അവരുണ്ടാക്കുന്ന ഭക്ഷണം, അവരും കൂടി കഴിക്കുന്ന ഭക്ഷണം, അത് തന്നെയാണ് ഇവിടേക്ക് കൊണ്ടുവന്ന് കൊടുക്കേണ്ടത്. നല്ല രുചിയുണ്ട്. ഇതാണ് കേട്ടോ 150 രൂപയ്ക്കുള്ള ചിക്കൻ ബിരിയാണി. അതിനകത്ത് മുട്ട വരുന്നുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ 2 പീസ് ചിക്കനും വരുന്നുണ്ട്. കണ്ടോ? അമ്മൂസ് കിച്ചണിലെ നല്ല ചൂട് ചോറൊക്കെ കഴിച്ച് വേർത്ത് കേട്ടോ. ഭയങ്കര വെയിലാന്നേ. ഇവിടെ ഒരു ചെടിക്കടയുണ്ട്, അത് ചിത്ര ഹോസ്പിറ്റലിൻ്റെ അവിടെ തന്നെയാണ്. എന്നാലും ഞാനൊരു ലാൻഡ്മാർക്ക് പറഞ്ഞുതരാം. ഇവിടെ ഒരു ചെടിക്കടയുണ്ട്. ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ വായിലോക്കി നിൽക്കുകയാണ്. വെയിലാണെങ്കിൽ തുറന്നിട്ടില്ല, എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ടേ. എന്താണെന്നറിയില്ല, നിറയെ പൂക്കൾ, എന്ത് രസമാണെന്നറിയോ, മറ്റേ ബോഗൺവില്ല പൂത്തിക്കണതൊക്കെ. അപ്പം അതാണ് എൻ്റെ അടയാളം. അതിനോട് തൊട്ട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഊണും ബിരിയാണി മാത്രമല്ല, ചട്ടിച്ചോറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ഊണിലും ഒരാൾ ഊണ് കഴിച്ചു, ഒരാൾ ബിരിയാണിയും കഴിച്ച് അതങ്ങ് അവസാനിപ്പിച്ചു. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. നമ്മൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ശരത്ത് ജോലി ഗൾഫിലൊക്കെ ആയിരുന്നു. അവിടുത്തെ ജോലിയൊക്കെ കൊറോണ സമയത്തൊക്കെ പോയി ഭയങ്കര കഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നിടത്ത് രണ്ടും കൽപ്പിച്ച് തുടങ്ങിയതായി ഹോട്ടൽ. എന്തായാലും ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. കാരണം ഒരു ചെറിയൊരു കൗണ്ടറിൽ 10 ഊണുമായിട്ട് തുടങ്ങിയത് ഇന്നിപ്പോൾ അത്യാവശ്യം ആളുകൾ വരുന്നുണ്ട്. ഇതിന് മുമ്പേ 1-2 വീഡിയോ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടം വരെയൊക്കെ എത്തി. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്കൊക്കെ എത്തട്ടെ. നമുക്ക് നല്ല ഭക്ഷണമാണ്, നല്ല ഭക്ഷണം കൊടുക്കേണ്ട സ്ഥലങ്ങളൊക്കെ നല്ലോണം വളർന്നു വരേണ്ടതുമാണല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിച്ച് പോവുകയാണ്. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.